ഹലോ എവ്രി വൺ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ നിക്കാഹാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇത് കാക്കുവിൻ്റെ എൻഗേജ്മെൻറ്റിന് എടുത്ത ഡ്രസ്സായിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം ഇപ്പോഴാണ് ഇത് വീണ്ടും ഇടുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണു. പിന്നെ ഇമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങനെ നോക്കി ചിരിക്കണത്. ഓൾറെഡി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്ത ആളുടെ നിക്കാഹാണ് ഇന്ന്. ഇനി അടുത്തത് ആരുടെയെന്ന് കണ്ടറിയണം. നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യും അടുത്ത പ്രാവശ്യം ആരുടെ നിക്കാഹായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഗസ് ചെയ്തത് എന്തായാലും ചെറുങ്ങനെ ഒന്ന് തെറ്റിക്കണം. പിന്നെ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ഫൗണ്ടേഷൻ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുറേയൊന്നുമില്ല, കുറച്ച്. പിന്നെ കുറച്ച് കൺസീലർ ഇട്ട് കൊടുത്തു. പിന്നെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ണിൻ്റെ മുകളിൽ ഡൈ ഷാഡോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണെഴുതി, മസ്കാര ഇട്ടു, ഐബ്രോ ഫില്ല് ചെയ്തു. പിന്നെ മുഖം ഒന്ന് ചെറുതിനൊന്ന് സെറ്റാക്കി. പിന്നെ ഒന്ന് ലിപ് ടിൻറ്റ് വെച്ചിട്ട് ഒന്നിങ്ങനെ പുഷിയെടുത്തു. പിന്നെ ഇതാ ഈ ഒരു ഇയറിങ്സ്. ഞാൻ വലിയൊരു ഇയറിങ്സിലേക്കൊന്നും അങ്ങോട്ട് പോയില്ല, ചെറുത് സിമ്പിൾ മതി എന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഈ ഒരു വാച്ച്. ഞാൻ വേറൊരു വാച്ച് ഇടാനായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷെ അത് അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ ഞാൻ ഇത് അങ്ങോട്ടാക്കി. അതിൻ്റെ കൂടെ ഒരു ബാംഗിളും കൂടി ഇട്ടു. പിന്നെ ഞാനൊരു ബ്രേസ്ലെറ്റ് കണ്ടപ്പോൾ അതും കൂടി ഇതിലോട്ട് കൂട്ടി അങ്ങോട്ട് ഇട്ട് നോക്കിയാലോ എന്ന് നോക്കിയതാണ്. പക്ഷെ സംഭവം വൻ കൊളായി. അതുകൊണ്ട് ഞാൻ ആ ബ്രേസ്ലെറ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ രണ്ട് വെച്ച് സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ആക്കി. ലിങ്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. അങ്ങനെ ഏകദേശം ഒക്കെ സെറ്റായി. ഫേസ്, ഹെയർ, മല, വള, കമ്മൽ ഒക്കെ റെഡിയായി. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ സെറ്റ്. അടിപൊളി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒക്കെ കഴിഞ്ഞു അടിപൊളിയെന്ന്. അല്ല, നമുക്ക് ഈ ഡ്രസ്സിൻ്റെ ഷാൾ ഇടാനുണ്ട്. ഇത് വേറെ ഷാളാണ് ഗൈസ്. അപ്പോൾ അതും കൂടി ഇട്ടാൽ നമ്മൾ റെഡിയായി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സംഭവം എനിക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണു. പക്ഷേ ഈ തട്ട ഞാൻ കരുതിയോടുത്ത് നിൽക്കണില്ല. ഞാൻ അത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അത് വേറെ എങ്ങടെയിലൊക്കെ പോകും. ആകെപ്പാടെ അങ്ങോട്ട് കുഴഞ്ഞ പരുവത്തിലായിരുന്നു. പിന്നെ ഒരു ബാഗ് കൊടുത്ത് എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും അതിലിട്ടിട്ട് ഇനി നമ്മൾ കല്യാണത്തിന് പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.